ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് സൗദി അറേബ്യയിലെ റിയാദിലെ ഒലയ സിറ്റിയിലേക്കാണ്. വളരെ മനോഹരവും റിച്ചസ്റ്റുമായിട്ടുള്ളൊരു സിറ്റിയാണ് ഒലയ സിറ്റി. ഒലയ സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലീൻ ആൻഡ് നീറ്റ് സിറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. സൗദി അറേബ്യയുടെ തലയെടുപ്പ് ഒലയ സിറ്റി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരുടെ മെയിൻ കിങ്ഡം ടവർ, പണ്ട് മുതലേ നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള കിങ്ഡം ടവർ സ്ഥിതി ചെയ്യുന്നത് ഒലയ സിറ്റിയിലാണ്. ഞങ്ങളുടെ യാത്ര ലക്ഷ്യമാക്കുന്നതും കിങ്ഡം ടവറിനെയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര മധ്യയിൽ കിങ്ഡം ടവർ കണ്ടു. വളരെ മനോഹരമായ ഒരു ബിൽഡിംഗ്. അങ്ങനെ ഞങ്ങൾ കിങ്ഡം ടവറിലെ പാർക്കിങ്ങിലേക്ക് എത്തി. വളരെ മനോഹരമായ ഒരു പാർക്കിംഗ്. അവിടെ വാട്ടർഫാൾസ്, ഗാർഡനിങ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു പാർക്കിങ്ങായി തന്നെ എനിക്കതിനെ ഫീൽ ചെയ്യപ്പെട്ടു. അത്രയും മനോഹരമായിട്ടാണ് ആ പാർക്കിംഗ് ഏരിയ അവർ ഒരുക്കിയിരിക്കുന്നത്. ആ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് നടന്നപ്പോൾ തന്നെ ഹൈലി കോസ്റ്റഡ് കാറുകൾ അവിടെ കിടക്കുന്നത് കണ്ടു. നല്ല മനോഹരമായ ഒരുപാട് കാറ് പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടായിരിക്കും ഈ പാർക്കിംഗ് ഏരിയ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വളരെ മനോഹരമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ്. അതുപോലെ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള കാറുകൾ ഒരുപാട് മോഡൽ കിടപ്പുണ്ട്. റോൾസ് റോയ്സ് മുതൽ പോർഷ മുതൽ ബെൻസ്, BMW, ഒട്ടുമിക്ക ഹൈലി കോസ്റ്റഡ് കാറുകളും നമുക്കവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് കിങ്ഡം ടവർ ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെ അതിൻ്റെ റിച്ചസ്റ്റ് നമ്മൾ കാണിച്ചു തരും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് എൻട്രൻസിലേക്കാണ്. അവിടെയും ഗാർഡനിങ്ങും വളരെ മനോഹരമായ ഒരു എൻട്രൻസാണ് കിങ്ഡം ടവർ ഒരുക്കിയിരിക്കുന്നത്. റിസപ്ഷൻ ഏരിയയ്ക്ക് വളരെ മനോഹരമാണ്. ഫ്ലവർ വേസുകളും ഗാർഡനിങ്ങും നന്നായി തന്നെ അലങ്കരിച്ചിരിക്കുന്നു. ആർക്കും കയറി ചെല്ലുമ്പോൾ തന്നെ റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അത്രയും കംഫർട്ടാണ് നമുക്ക് കയറി ചെല്ലുമ്പോൾ അനുഭവപ്പെടുന്നത്. പെരുന്നാളിൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ താരതമ്യേന അത്ര തിരക്കില്ലായിരുന്നു, എന്നാലും ആൾക്കാർ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു എൻട്രൻസ് തന്നെ, കാണാൻ വളരെ മനോഹരം. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെയുള്ള ഓരോ ഷോപ്പിലേക്ക് ചുമ്മാ അതൊന്ന് കണ്ണോടിച്ച്. വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഷോപ്പുകളാണെല്ലാം, ഹൈലി ബ്രാൻഡഡ് ഷോപ്പുകൾ. ഓരോ ഷോപ്പും ഹൈലി ബ്രാൻഡഡ് ആണ്, ഹൈലി എക്സ്പെൻസീവ്. ഇവിടെ സാധാരണക്കാരന് ഒരു പർച്ചേസ് എന്നത് സ്വപ്നം മാത്രമായിരിക്കും എന്നത് എനിക്ക് മനസ്സിലായി. ഓരോ ഷോപ്പിലും ജസ്റ്റ് വില തിരക്കുമ്പോൾ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനാവാത്ത വിലയാണ് അവർ പറയുന്നത്. ബിക്കോസ് ആ സാധനത്തിന് അത്രയും ബ്രാൻഡഡ് മൂല്യമുണ്ട്. ഇവിടെയുള്ള ഓരോ ഷോപ്പുകളും എനിക്ക് തോന്നുന്നു ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി മാത്രം ഇട്ടേക്കുന്നതാണ്. ഇത്രയും വലിയൊരു ടവറിൽ അവരുടെ ഒരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ബ്രാൻഡിന് വളരെ ബ്രാൻഡ് വാല്യൂ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അവരുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് ആൻഡ് ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. ലൈറ്റിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന തരത്തിൽ തന്നെയാണ് ആ ബിൽഡിങ്ങിൻ്റെ ഓരോ ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായി തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ സ്കൈ ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സ്കൈ ബ്രിഡ്ജ് തേടി നടന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ അഡിഡാസിൻ്റെ ഷോപ്പിലേക്ക് ഒന്ന് കയറി എല്ലാത്തിൻ്റെ വിലയൊക്കെ ഒന്ന് തിരക്കി. അഡിഡാസിൻ്റെ നല്ല ചപ്പൽ ഉണ്ടായിരുന്നു. 2 ചപ്പൽ അഡിഡാസിൻ്റെ ഞങ്ങൾ വാങ്ങി. എന്നിട്ട് ഞങ്ങൾ പതുക്കെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി സ്കൈ ബ്രിഡ്ജിലേക്ക് പോയി. സ്കൈ ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എന്നേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ സ്കൈ ബ്രിഡ്ജിലേക്ക് കയറിയതും സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. ഫസ്റ്റ് ലുക്കെന്ന് വെച്ചാൽ വളരെ വളരെ ആരും ഞെട്ടിപ്പോവും. അത്രയ്ക്ക് നല്ലൊരു ലുക്കാണ് സ്കൈ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു വട്ടം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. അത്രയും മനോഹരമായ ഒരു വിഷ്വൽ ട്രീറ്റാണ് സ്കൈ ബ്രിഡ്ജ് നമ്മൾക്ക് നൽകുന്നത്. അങ്ങനെ സ്കൈ ബ്രിഡ്ജിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഞങ്ങൾ വളരെ മനോഹരമായ ഒരു ദിവസം ആസ്വദിച്ചുകൊണ്ട് പോയി. താങ്ക് യു. ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.